മരടിലെ ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ഇന്നെത്തും. കാറ്റഗറി 2 മേഖലയിൽ നിർമ്മാണ സാധ്യത പരിശോധിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഫയലുകൾ പരിശോധിച്ച ശേഷം ഫ്ളാറ്റ് പൊളിച്ചു മാറ്റിയ സ്ഥലവും സന്ദർശിക്കും. കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, എപ്പോഴേക്കുമാണ് ഈ സന്ദർശനം? അമിക്കസ് ക്യൂറിയുടെ മറ്റു നീക്കങ്ങൾ, റിപ്പോർട്ട് സമർപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എപ്പോഴേക്കുമായിരിക്കും? സംഗീത, രാവിലെ 10 മണിയോടുകൂടിയായിരിക്കും സുപ്രീം കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി, അതായത് ഗൗരവ് അഗർവാൾ, ഇദ്ദേഹം ഇന്ന് രാവിലെ 10 മണിക്ക് മരട് നഗരസഭയിലെത്തും. അവിടെ എത്തി തുടക്കത്തിൽ അദ്ദേഹം ഇതിന്റെ ഫയലുകളും ഒപ്പം തന്നെ മറ്റ് രേഖകളും എല്ലാം തന്നെ പരിശോധിക്കും. തുടർന്ന് അദ്ദേഹം ഈ ഫ്ളാറ്റുകൾ നിലനിന്ന 4 ഫ്ളാറ്റുകളായിരുന്നു അന്ന് പൊളിച്ചു മാറ്റിയിരുന്നത്. ഒന്ന് ആൽഫ സെറൈൻ, അതിന്റെ ഇരട്ട ഫ്ളാറ്റുകൾ ഉണ്ടായിരുന്നു, ജെയിൻ കോറൽ കോവ് തുടങ്ങി 4 ഫ്ളാറ്റുകൾ, ഹോളി ഫെയ്ത്ത്, അങ്ങനെ ഗോൾഡൻ കായലോരം, അങ്ങനെ 4 ഫ്ളാറ്റുകളായിരുന്നു പൊളിച്ചു നീക്കിയിരുന്നത്. അതിൽ തന്നെ 343 ഉടമകൾ ഉണ്ടായിരുന്നു. ഇവർ താമസിച്ചിരുന്ന ഇടം പരിശോധിക്കും. അവിടെ എത്ര രീതിയിൽ അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ നിർമ്മാണം നടത്താം, ഇനി എത്രമാത്രം നിർമ്മാണം അനുവദനീയമാണ് എന്നതിനെ കുറിച്ചെല്ലാം കൃത്യമായ ഒരു രേഖ അമിക്കസ് ക്യൂറി തയ്യാറാക്കും. തുടർന്നായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് സമർപ്പിക്കുക. എന്തായാലും സുപ്രീം കോടതി ജസ്റ്റിസ് BR ഗവായ്, അദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ക്രിസ്മസ് അവധിക്കാലത്ത് മരട് സന്ദർശിച്ച് അത് റിപ്പോർട്ട് തയ്യാറാക്കാൻ അമിക്കസ് ക്യൂറിക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമിക്കസ് ക്യൂറി ഇന്ന് രാവിലെ 10 മണിയോടുകൂടി മരട് നഗരസഭയിൽ എത്തുന്നതും മരടിലെ പൊളിച്ചു നീക്കിയ ഫ്ളാറ്റുകൾ നിലനിന്നിരുന്ന സ്ഥലം അവിടെ സന്ദർശിക്കുകയും ചെയ്യുന്നത്. അടുത്ത മാസം ആദ്യവാരം തന്നെ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് സമർപ്പിക്കും. തുടർന്നായിരിക്കും മരടിൽ കാറ്റഗറി 2ൽപ്പെട്ട ഒരു സ്ഥലമാണിതെന്നുള്ള ഒരു റിപ്പോർട്ട് 2019 തന്നെ സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അപ്പോൾ കാറ്റഗറി 2ൽ വരുന്ന ആ മേഖലയിൽ എത്രമാത്രം നിർമ്മാണം നടത്താമെന്നുള്ളത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടായിരിക്കും തയ്യാറാക്കുക. സംഗീത. ശരി സൈൻ.